അപ്പം നമുക്കിന്ന് ഇഡ്ഡലിത്തട്ട് ഉപയോഗിച്ച് 2 രീതിയിൽ പുട്ടുണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് ഒരു ഗ്ലാസ്സാണ്. ഗ്ലാസ്സിലേക്ക് തേങ്ങാപ്പീര ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നനച്ച് വെച്ചിരിക്കുന്ന പുട്ടുപൊടി നന്നായിട്ട് പ്രസ് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ ഇഡ്ഡലിത്തട്ടിലേക്ക് ഇത് കമഴ്ത്തുക. അപ്പോൾ നമുക്ക് ഈ ഷേപ്പിൽ പുട്ട് കിട്ടുന്നതാണ് കേട്ടോ. നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ പുട്ട് ഇങ്ങനെ കമഴ്ത്തുന്ന സമയത്ത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ലാസ്റ്റത്തെ തട്ട് തന്നെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഇഡ്ഡലിത്തട്ട് നമ്മൾ അടയ്ക്കാൻ നേരത്ത് പുട്ട് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. വളരെ സിമ്പിളാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഹലോ, നമ്മൾ രണ്ടാമത് ഉണ്ടാക്കുന്നത് ചിരട്ടയും വെച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ചിരട്ട നന്നായിട്ട് കഴുകിയെടുത്ത് അതിലേക്ക് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കുക. അതിനുശേഷം നനച്ച് വെച്ചിരിക്കുന്ന പുട്ടുപൊടി നന്നായിട്ട് പ്രസ് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പൊടിഞ്ഞു പോകും. നമ്മൾ ഇഡ്ഡലിത്തട്ടിലേക്ക് കമഴ്ത്തുമ്പോൾ ഒന്ന് അടിച്ചു കൊടുക്കണം, എന്നാൽ മാത്രമേ ചിരട്ടയിൽ നിന്ന് ഈ പുട്ട് വിട്ട് കിട്ടുകയുള്ളൂ. അതായത് നമുക്ക് നല്ല ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളെന്തായാലും ഇതിലേതെങ്കിലും ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുട്ടുകണ ഉപയോഗിക്കില്ല. സമയം ലാഭമാണ്, ഗ്യാസ് ലാഭമാണ്. ചിരട്ടയും വെച്ച് ഉണ്ടാക്കുന്നത് പുട്ട് പൊടിഞ്ഞു പോകില്ല കേട്ടോ. അതാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ.